കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ മൃതദേഹം ആദ്യം തിരിച്ചറിഞ്ഞത് ബാല്യകാല സുഹൃത്തായ സുരേഷാണ്. ഇക്കാര്യങ്ങൾ വിവരിക്കുമ്പോൾ ഇപ്പോഴും ഒരു ഞെട്ടലിലാണ്. സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുട്ടമ്പുഴ ക്ലാച്ചേരിയിലെ കാട്ടാനാക്രമണം അത് ആദ്യം കണ്ട, അല്ലെങ്കിൽ ഈ എൽദോസ് മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ട സുരേഷ് ചേട്ടനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇദ്ദേഹമാണ് ഇന്നലെ ഓട്ടോയുമായി വരുന്ന സമയത്താണ് ഈ ഒരു ആന പോകുന്നതും ഇതിനുശേഷം ഈ ഒരു മൃതദേഹം കിടക്കുന്നത് ആദ്യം കാണുന്നത്. ചേട്ടാ, ആദ്യം എന്തായിരുന്നു ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്? എങ്ങനെയായിരുന്നു ആ ഒരു ഇവിടുത്തെ അന്തരീക്ഷം? എങ്ങനെയായിരുന്നു ഇവിടുത്തെ അന്തരീക്ഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആന എൽദോസ് വന്നേക്ക് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് ഞാനൊരു ഓട്ടം പോയി ഒരു പയ്യനെ കൊണ്ടുവിടാൻ പോയി തിരിച്ചു വരുമ്പോൾ ആന എൽദോസിനെ ചവിട്ടി കൊന്നതിന് ശേഷം റോട്ടികളെ തന്നെ ക്ലാച്ചേരിക്ക് വന്നു. ആനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി ചവിട്ടി നിർത്തി. ആന തിരിച്ച് ഓടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവിടെ നിർത്തി കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് എന്തോ പന്തികേട് ഓടി. ഞാൻ സാധാരണ അങ്ങനെ മടങ്ങി പോകാറില്ല. ഞാൻ തിരിച്ച് ആനയുടെ ഒപ്പം തന്നെ വന്ന് ആന മാറി നിൽക്കാറുണ്ട്. പക്ഷേ ഇന്നലെ എന്നാണോ എനിക്കെന്തോ പന്തികേട് തോന്നി. ഞാൻ തിരിച്ചു പോയി അവിടെ പോയി ആളെ കൂട്ടി വന്നു. ആളെ കൂട്ടി ഇവിടെ വന്ന് ഇപ്പോൾ ആർക്കും ഫ്രണ്ടിൽ നിൽക്കാൻ ധൈര്യമില്ലാത്ത കാരണം ഞാൻ തന്നെ നിന്ന് അവിടെ വന്ന് ഒരു 100 മീറ്റർ അപ്പുറം ചെന്ന് കഴിയുമ്പോഴാണ് ആന ചവിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നു. ഞാൻ വേഗം പോർഷാരെടുത്തെന്ന് പറഞ്ഞു. പോർഷാരപ്പം തന്നെ വണ്ടി എടുത്ത് വന്നു. ഞാൻ 14-ാം വാർഡിലെ മെമ്പറിനെ വിളിച്ചു, ജോഷീനെ വിളിച്ചു ഇവിടെ വരുത്തി. ആർക്കും പോർഷാർക്കും അറിയാൻ പോലെ ഇത് ആരാന്ന്. ആ മാതിരിയുള്ള ദീർഘമായിട്ട് കിടക്കണം. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന ആളെന്ന് കിടക്കണം. എൽദോസ് കൂടിയിട്ട് എൽദോസ് വന്നു. അങ്ങനെ ആളെ തിരിച്ചു. ഈ എൽദോസിനെ നേരിട്ട് പരിചയമുള്ള ആളാണ്. എൻ്റെ കൂടെ പഠിച്ചത് അവൻ 3-ാം ക്ലാസ്സിൽ, ഞാൻ 5-ാം ക്ലാസ്സിൽ. ഞങ്ങൾ അയൽക്കാരാണ് പണ്ട്. തട്ടേക്കാട് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞായപ്പള്ളി പുഴമ്പളയിലാണ് അവൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ തട്ടേക്കാട്. ഈ മേഖലയിൽ സ്ഥിരമായിട്ട് ആനയുള്ള സ്ഥലമാണ്. പക്ഷേ ഉപദ്രവം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടുത്തമില്ല. പ്രധാനമായും ഒത്തിരിയേറെ ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ചിരുന്നു. ഫെൻസിങ് സ്ഥാപിക്കണം, അങ്ങനെ ഇല്ലെങ്കിൽ വഴിവിളക്കുകൾ വേണമെന്നുള്ളതല്ല. ഈ വഴിവിളക്കുകളുടെ അഭാവം ഒരു വിഷയമായിട്ടുണ്ട്. വഴിവിളക്ക് ഇത് ഈ വലിയ ക്ലാച്ചേരിക്ക് മാത്രം വഴിവിളക്ക് ഇന്നുവരെ ഇട്ടിട്ടില്ല. അതിലെങ്കിലും കിടക്കും. അതിനകത്ത് ഇന്നുവരെ ലൈറ്റ് തെളിയാറുമില്ല. ഈ വഴിവിളക്കുണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല. കാരണം വെച്ചാൽ അവന് കാണാൻ പറ്റില്ല. എന്നാൽ തന്നെ അവൻ കീപ്പോട്ട് വയ്ക്കാൻ നടക്കുള്ളൂ. ആണ് സംഭവിച്ചത്. ഈ ആന സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളതാണ്. ഈ ഏതെങ്കിലും തരത്തിൽ മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്? ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പലപ്പോഴും ഈ ആനേനെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ആന അങ്ങനെ പ്രശ്നം ഓടി വരുമോ, നമ്മുടെ അടുത്തേക്ക് വരുമോ, അങ്ങനെയുള്ളതൊന്നുമില്ല. ആ വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ മാറി വെക്കും. അത്രയുള്ള ഇതുണ്ട്. ഒരു ബാല്യകാല സുഹൃത്ത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വലിയ വേദനയാണോ? നമ്മളിപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 3 മണിയായി പോയി കിടന്നു കഴിഞ്ഞിട്ട് രാവിലെ അവൻ്റെ ആവശ്യത്തിന് തന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അത്തരത്തിലാണ്. എല്ലാ രീതിയിലും വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നാട്ടുകാർക്കെല്ലാം തന്നെ അതൊരു വലിയ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവം. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണത്തിൽ ഈ ഭാഗത്ത് ഒരാൾ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വ്യാപ്തി, അല്ലെങ്കിൽ അത് ആളുകളുടെ ഉള്ളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു വ്യാപ്തി, വലിയ രീതിയിലുള്ള ഒരു വേദന തന്നെ അത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ഇന്ന് 9 മണിയോടുകൂടി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. അതിനുശേഷമാകും ഈ എൽദോസിൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കും.